Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷനിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡു ഫോക്കസ്ഡ് ടു ദിസ് സെഷൻ. ആൻഡ് നിങ്ങളുടെ കേരള സെറ്റ് എക്സാം നിങ്ങളുടെ ഓപ്ഷൻ കൊമേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമ്മളുടെ ഈ വീഡിയോ കാണുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പേപ്പർ 1 വേണ്ടി എക്സ്ക്ലൂസീവ്ലി കുറച്ച് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേലിസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാണണം. കാരണം നമ്മൾ ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറേ അധികം ക്വസ്റ്റ്യൻസിൻ്റെ ബണ്ടിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ വീഡിയോസ് ഉറപ്പായും കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ പേപ്പർ 1 വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. തിയറി ബേസ്ഡ് വേണമെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസും, അതുപോലെ തന്നെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നാണെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഇറ്റ് യൂസ് ഓൾ ദി വീഡിയോസ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വറീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സജഷൻ ഉണ്ട്, മാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ മെയിൽ us at commercebytes24@gmail.com. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. ഇന്ന് നമ്മളൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 15 to 20 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ ഈ ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈൽ മാനേജിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിൻസിപ്പിൾ ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ലിക്വിഡിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ മൈൻഡിൽ വേണ്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വേരി ചെയ്യും. അത് ഇൻവേഴ്സ്ലി ആയിരിക്കും വിത്ത് ആരായിട്ട്. ലിക്വിഡിറ്റി എപ്പോഴും വേരി ചെയ്യും, അത് ഇൻവേഴ്സ്ലി വിത്ത് പ്രോഫിറ്റബിലിറ്റി ആണ്. ഓക്കെ, നമ്മൾ ലിക്വിഡിറ്റി എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡയറക്റ്റ് ഓപ്പോസിറ്റ് എന്നുള്ള ഒരു റിയാക്ഷനായിരിക്കും പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻവേഴ്സ്ലി ആണ് ചോദിച്ചേക്കുന്നെങ്കിൽ ദ ആൻസർ വിൽ ബി പ്രോഫിറ്റബിലിറ്റി. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ടു യു. Now moving to the second point, no flotation cost. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലാത്ത ഒരു സെക്ഷൻ നമ്മളുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അവിടെ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും, അങ്ങനെ പല അധികം നമുക്ക് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഫണ്ട് ഉണ്ടാവും. റൈറ്റ്, സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന ആ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് നോട്ട് ഡൗൺ ചെയ്യുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിനാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റലിനും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. സോ ഈ ഒരു പോയിൻറ്റും കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വാല്യൂ ടുഡേ ഓഫ് സം ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചില കുട്ടികൾ പ്രസൻറ്റ് വാല്യൂ എന്ന് എഴുതും, ചില കുട്ടികൾ അത് ഫ്യൂച്ചർ വാല്യൂ എന്ന് എഴുതും. സോ നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ടുഡേ എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? പ്രസൻറ്റ് വാല്യൂ എന്ന് നിങ്ങൾ അപ്പോൾ തന്നെ ഉറപ്പിച്ചോ. ഓക്കെ, സോ അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കും? വാല്യൂ ഇൻ ദ ഫ്യൂച്ചർ എന്നായിരിക്കും മേ ബി ദ ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിക്കുന്നത്. നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ഫോക്കസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ലാസ്റ്റത്തെ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റത്തെ കീവേഡ്. പ്രസൻറ്റ് വാല്യൂവിൻ്റെ കേസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ടുഡേ എന്നാണ്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസറിലേക്ക് പോവാം, പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, ഇതോടൊപ്പം തന്നെ എനിക്ക് ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുള്ളത്, എപ്പോഴും കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പൗണ്ടിങ്ങും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ്ങും. ഓക്കെ, കോമ്പൗണ്ടിങ് എന്താണ്, ഡിസ്കൗണ്ടിങ് എന്താണെന്നുള്ളത് കുറേ കുട്ടികൾക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അത് കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെയധികം സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കാം. പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, എന്നിട്ട് പ്രസൻറ്റ് വാല്യൂ എന്ന് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴാണ് കോമ്പൗണ്ടിങ് എന്ന് ഇവിടെ
പിക്ചറിൽ കാണിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ എടുത്തിരിക്കുന്നത് ഗൂഗിളിൽ നിന്നാണ്. ഓക്കെ, സോ ഫ്യൂച്ചർ എന്ന് പ്രസൻറ്റിലേക്ക് പോകുമ്പോൾ ആ യെല്ലോ ലൈൻ കാണിക്കുന്നില്ലേ, ഫ്യൂച്ചർ വാല്യൂ എന്ന് പ്രസൻറ്റ് വാല്യൂയിലേക്ക് പോകുമ്പോൾ അത് ഡിസ്കൗണ്ടിങ് ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ ഒരു പിക്ചർ ഒന്ന് ജസ്റ്റ് നിങ്ങളവിടെ വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിയർ ആവും. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്ട്സ് ദ പ്രസൻറ്റ് വാല്യൂ ഇൻ ടു ഫ്യൂച്ചർ. ഓക്കെ, ആദ്യം പ്രസൻറ്റ് വാല്യൂ പിന്നെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകും, അതാണ് കോമ്പൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ നിന്ന് നേരെ അത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുപോകും. ഐ തിങ്ക് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് ട്രിക്ക് ദെൻ ഗിവ് എ തംസ് അപ്പ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ മച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് ലൈക്ക് ദിസ് ട്രിക്ക്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ പിക്ചർ മാത്രം ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്താൽ മതി ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അത് പല പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ആബ്സല്യൂട്ട് മെഷർ ഓഫ് റിസ്ക്. നമ്മളുടെ റിസ്കിൻ്റെ ഒരു ആബ്സല്യൂട്ട് മെഷറാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. And this is a type of risk analysis provide more than one estimate of future return. നമ്മൾക്ക് more than one estimate ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസിലൂടെ. ഓക്കെ, സോ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആബ്സല്യൂട്ട് മെഷർ ഓഫ് റിസ്ക്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് എടുത്ത ഒരു ടോപ്പിക്കിൻ്റെയാണ്. സോ ഇന്നലത്തെ വീഡിയോ മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. വളരെയധികം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ്. ഓക്കെ, നമ്മളത് വായിക്കാതിരുന്ന് കഴിയുമ്പോൾ നമുക്കതിനോട് ഒരു വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നും. കാരണം അത്ര റഫായിട്ടുള്ള പോർഷനാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. പക്ഷേ നമ്മൾ വൺസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമ്മളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോർഷനായിട്ട് മാറും. ഓക്കെ, ടേക്ക് മൈ വേർഡ് ആൻഡ് സ്റ്റഡി ലൈക്ക് ദാറ്റ്. ആൻഡ് നമുക്കിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോഡിഗ്ലാനി മില്ലർ ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഇർറെലവൻറ്റ്. ഓക്കെ, ഡിവിഡൻഡ് ഇർറെലവൻ്റ് ആയിട്ടുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിവിഡൻഡ് ഇർറെലവൻ്റ് എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NI അപ്രോച്ചിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഇൻകം, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ള സെക്ഷനിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. അത് തന്നെയാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. അത് നമ്മൾ ഇർറെലവൻറ്റും റെലവൻ്റായിട്ട് നമ്മൾ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായില്ലേ. സോ അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഇർറെലവൻ്റ് ആണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ്സ് അപ്പോൺ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. അതല്ല, ഇപ്പോൾ റെലവൻ്റ് ആണ് കേസെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ വാട്ട്, ഡെറ്റ്, DEBT. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോവൻ പ്രീമിയം പ്ലാൻ ആണ്. ഇതിൻ്റെ കുറച്ചധികം ഇക്വേഷൻസ് നമ്മളുടെ +1 +2 കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊമേഴ്സിന്, അല്ലേ? സോ അത് എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, അവിടെ റോവൻ പ്രീമിയം പ്ലാൻ, അതുപോലെ തന്നെ ഹാൽസെ പ്രീമിയം പ്ലാൻ, ഹാൽസെ ഇക്വേഷൻ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു 1 മാർക്കിനുള്ള ടൈപ്പ് ഓഫ് ഒരു സിമ്പിളായിട്ട് ഒരു ബേസിക് ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ എല്ലാം ഫോർമുലകൾ പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സോ ദിസ് ഈസ് യുവർ ടാസ്ക് ഫോർ ടുഡേ. നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ഫോർമുലാസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് ഗൂഗിളിൽ നോക്കിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ നോട്ട്സ് നോക്കിയിട്ട് പഠിച്ചു വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള പോർഷൻ ആൻഡ് ഡിവിഡൻഡ് തിയറീസ്, ആ ഒരു തിയറീസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യണം. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, കാരണം ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിവിഡൻഡ് തിയറീസിൻ്റെ 4 ടൈപ്സ് ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്, അല്ലേ? ആ ഡിവിഡൻഡ് തിയറീസ് പഠിച്ചു വെക്കണം, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. അത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. കാരണം ഈ 2 സെക്ഷൻ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ റോവൻ പ്രീമിയം പ്ലാൻ അല്ലെങ്കിൽ ഹാൽസെ പ്രീമിയം പ്ലാൻ ടോപ്പിക്കുകളുടെ ഫോർമുലാസും പഠിച്ചു വെക്കേണ്ടത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ ഒരു എക്സാമിന് ആ പെർട്ടിക്കുലർ സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കും. ഓക്കെ.
Now moving to the next point, shareholders are the principals and managers are the agents. ഈ ഒരു പോയിൻ്റാണ് നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവിടെ ഡാഷ്, അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ അവിടെ ഡാഷ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ദ പ്രിൻസിപ്പൽസ് ആൻഡ് ഡാഷ് ആർ ദ ഏജൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കുട്ടികൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, ആദ്യം മാനേജേഴ്സ് ആണോ അത് കഴിഞ്ഞിട്ടാണോ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. സോ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഷെയർ ഹോൾഡേഴ്സ് ആർ ദ പ്രിൻസിപ്പൽസ് ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് മാനേജേഴ്സ് വരുന്നത്. മാനേജേഴ്സ് എപ്പോഴും ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ അപ്രോച്ച്. ഓക്കെ, so shareholders elect board of directors and assign them responsibility to act to their best interest by maximizing equity value. Okay, shareholders ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കും. അത് എന്തിനാണ്? അവരുടെ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റിൻ്റെ ഷെയറിൻ്റെ വാല്യൂസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റേഴ്സിന് എന്താണ് വേണ്ടത്? ഇൻവെസ്റ്റേഴ്സ് വാണ്ട് ഫേം ടു മാക്സിമൈസ്. അവരുടെ ആവശ്യം എന്താണ്? നമ്മുടെ ഫേം അവർക്ക് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്കുള്ളത് അവരുടെ സാലറി മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ പ്രിൻസിപ്പൽസ് ആൻഡ് മാനേജേഴ്സ് ആർ ദ ഏജൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഫോക്കൽ പോയിൻ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ ഫേം. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം എല്ലാ സ്റ്റുഡൻസിനും അറിയണ്ടാവും. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഫോക്കൽ പോയിൻ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ണടച്ച് നമുക്ക് പറയാം ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ അനാലിസിസ്. എപ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അനാലിസിസിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫോക്കൽ പോയിൻ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഓവർ ക്യാപിറ്റലൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കും ഒരു നല്ല ഫേം ആണെങ്കിൽ അവിടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലൈസേഷൻ എന്നാൽ മാത്രമേ നമുക്കതൊരു പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓവർ ക്യാപിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റീൻ്റെ റേറ്റ് വളരെയധികം കുറയും, അല്ലേ? സോ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയിൽ നമുക്കുണ്ടാവുന്ന ഒരു ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ട്, ഓൺഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ ബോറോഡ് ക്യാപിറ്റലും. അതിൻ്റെ ഒരു എക്സസ് വരുന്നതാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു പോയിൻ്റ് ഇതിന് തന്നെ സെയിം ആയിട്ട് പറയാൻ പറ്റുന്നത്, ലെവൽ ഓഫ് പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ ഇസ് റിക്വയർമെൻറ്റ് ഓഫ് എ കമ്പനി ക്യാൻ ബി കൺസിഡേർഡ് ടു ബി ജസ്റ്റ് അപ്രോപ്രിയേറ്റ്. എപ്പോഴും കറക്റ്റായിട്ടുള്ള, ഇപ്പോൾ 5 lakhs ആണ് ആവശ്യമെങ്കിൽ 5 ക്യാപിറ്റൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമ്മളൊരു 6 lakh ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മളുടെ അവിടെ ഒരു ഓവർ ക്യാപിറ്റലൈസേഷനാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എഫക്ഷൻ വരുന്നത് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനിക്കാണ്. ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി ഹാസ് ഗോ ഡൗൺ എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും ഈ ഒരു ഓവർ ക്യാപിറ്റലൈസേഷൻ കൊണ്ട്. ഐ ഹോപ്പ് ദിസ് പോയിൻ്റ് ഇസ് ഓൾ ക്ലിയർ ടു യു. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഫിക്സഡ് ഇൻട്രസ്റ്റ് നമ്മൾ ലോൺ എടുക്കുന്നുണ്ട് എന്നുള്ള രീതി. ഓക്കെ, യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ് ആൻഡ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ദ ഇക്വിറ്റി ഷെയർ എന്നുള്ളതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ് ആൻഡ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ദ ഇക്വിറ്റി ഷെയർസ്. അത്രേ ഉള്ളൂ. നമ്മളുടെ കമ്പനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്യാപിറ്റൽസ് ഇല്ലേ, ഇപ്പോൾ ഓൺഡ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ, സെയിം ഇത്രയും തന്നെയാണ്. അതിൻ്റെ ആ ഒരു ടോട്ടൽ എടുക്കുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അവരൊന്ന് സ്റ്റാൻഡേർഡ് ആക്കി പറഞ്ഞു എന്നുള്ളൂ. യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ് ആൻഡ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ അലോങ് വിത്ത് ദ ഇക്വിറ്റി ഷെയർ എന്നുള്ളത്. ആൻഡ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെവൽ ഓഫ് EBIT ജസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ ഫിനാൻഷ്യൽ ചാർജ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ്. എല്ലാവർക്കും BEP ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഉള്ളത് എന്താണെന്ന് അറിയാലോ, ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റില്ലേ, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അത് വെച്ച് ഈക്വൽ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള പ്രിഫറൻഷ്യൽ ഡിവിഡൻറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡെറ്റിന് നമുക്ക് അടയ്ക്കേണ്ട കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലേ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഈക്വൽ ടു നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ ഡിവിഡൻറ്റും. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ്
ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ. ഓക്കെ, മൂവിങ് ടു ദി ലാസ്റ്റ് പോയിന്റ് ഓഫ് ടുഡേയ്സ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. എല്ലാവർക്കും അറിയാം, പക്ഷേ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൻ്റെ ഏറ്റവും വലിയ സത്യം. ഓക്കെ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്തോളൂ. എല്ലാവർക്കും കൺഫ്യൂഷനാണ്. മാക്സിമം വെൽത്തും മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് പറ്റുന്നത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ അവർ സെലക്ട് ചെയ്യും. അതാണ് മാക്സിമം കുട്ടികൾക്ക് വരുന്ന ഒരു പ്രോബ്ലം. പക്ഷേ എൻ്റെ സ്റ്റുഡൻസ് ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം. മാക്സിമം വെൽത്ത് ആൻഡ് മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു പോയിൻ്റാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. മാക്സിമം വെൽത്ത്, നമുക്ക് പൈസ കൂടുതൽ വേണം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മളുടെ ചിലവ് കുറയുകയും വേണം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി എഴുതി വെച്ചോളൂ. സോ ദിസ് ഇസ് ഫോർ നൗ. Let's see in the next video. Till then, work hard and study well. That's it. Thank you.